മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ നിയോഗിച്ചത് കമ്മീഷനെ അല്ലെന്നും മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. വിഷയത്തെ മലപ്പുറത്തിന്റെ പ്രാദേശിക പ്രശ്നമായി ലഘൂകരിക്കരുത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ചോദ്യോത്തരവേളയിലാണ് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി നിയമസഭയിലെത്തിയത്. പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെയല്ല സമിതിയെയാണ് സർക്കാർ നിയോഗിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടിയെടുക്കും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. ഇതിനായി കൂട്ടായ ചർച്ച നടത്തും. സർ, മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സർ, അതിനങ്ങനെ കമ്മീഷൻ എന്നൊന്നും വ്യാഖ്യാനിക്കല്, ഒരു രണ്ടുപേരെ ചുമതലപ്പെടുത്തിയത് മാത്രമാണ്. ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക്കും മലപ്പുറം RDD എന്നിവരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും പ്രശ്നങ്ങളുണ്ടെന്നും ലഘൂകരിച്ച് കാണരുതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായികയുണ്ട്. ടി സിദ്ദിഖിന്റെ ചോദ്യത്തിനുള്ള സ്പീക്കറുടെ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കി. സമയം കൂടുതൽ എടുത്തിട്ടും കാര്യമാർക്കും മനസ്സിലായില്ലെന്നായിരുന്നു സ്പീക്കറുടെ പരാമർശം. ഇതിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. 50 സെക്രട്ടറിയായപ്പോൾ അങ്ങ് തടസ്സപ്പെടുത്തി. ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചെയറിലിരുന്ന് പറയാണ് ആ ചോദ്യം അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം കൃത്യമായിരിക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ. ചോദ്യോത്തരം ടു ദ പോയിന്റ് ആയിരിക്കണം. അല്ലാതെ 1.5 മിനിറ്റ് 1.5 മണിക്കൂറും ചോദിക്കുന്നത് ശരിയല്ല. അതാണ് എന്റെ അഭിപ്രായം. 24 തിരുവനന്തപുരം.